സമർത്ഥനായ ഒരു ബ്യൂറോക്രാറ്റും മികച്ച ധനമന്ത്രിയുമായിരുന്നു മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തും മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗ് 7 പ്രധാനമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ധനമന്ത്രിയായിരിക്കെ 3 തവണ രാജിക്കൊരുങ്ങിയിട്ടും പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ പിന്തുണയിൽ തൽസ്ഥാനത്ത് തുടരുകയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 53 വർഷങ്ങൾക്ക് മുൻപ് 1971 ബ്യൂറോക്രാറ്റായുള്ള മൻമോഹൻ സിംഗിന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ റോളിലായിരുന്നു അരങ്ങേറ്റം. അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആ കാലത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി പ്രവർത്തിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു. പിന്നീട് മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, വി.പി. സിംഗ്, ചന്ദ്രശേഖർ, പി.വി. നരസിംഹറാവു എന്നിവർക്കൊപ്പവും മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചു. ഏറ്റവും ശ്രദ്ധേയമായത് പി.വി. നരസിംഹറാവുവിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് എടുത്ത ധീരമായ നിലപാടുകളായിരുന്നു. 1991 ജൂലൈ 24 അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലൂടെയാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കമായത്. മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച ഉദാരവൽക്കരണത്തിന് കരുത്തു പകരുന്നതായിരുന്നു പിന്നീട് അവതരിപ്പിക്കപ്പെട്ട എല്ലാ ബജറ്റുകളും. റിസർവ് ബാങ്ക് ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ തുടങ്ങിയ പദവികളിലും പ്രധാനമന്ത്രിമാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ റോളിലും പ്രവർത്തിച്ച മൻമോഹൻ സിംഗിന്റെ ബജറ്റുകൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ചാലകശക്തിയായി മാറി. അധികാരത്തോട് ആർത്തിയുള്ള ആളായിരുന്നില്ല അദ്ദേഹം. നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരിക്കെ 3 തവണ മൻമോഹൻ സിംഗ് രാജിക്കൊരുങ്ങിയിട്ടുണ്ട്. ഓഹരി കുംഭകോണത്തെ തുടർന്നായിരുന്നു ആദ്യ രാജിനീക്കം. പക്ഷേ പ്രധാനമന്ത്രി നരസിംഹറാവു രാജിക്കത്ത് സ്വീകരിച്ചില്ല. പൊതുവിതരണ ശൃംഖലയിലൂടെ നൽകുന്ന സാധനങ്ങളുടെ വില ഉയർന്നപ്പോഴായിരുന്നു രണ്ടാമത്തെ രാജിനീക്കം. അതും റാവു തടഞ്ഞു. കോൺഗ്രസിൽ നിന്നുള്ള ചിലരുടെ കടുത്ത വിമർശനത്തെ മനംനൊന്തായിരുന്നു മൂന്നാമത്തെ രാജിനീക്കം. എന്നാൽ അതും നരസിംഹറാവു തടയുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24.